എന്തായാലും ഗൗതം, നമ്മൾ ഈ മിസോറാമിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ആക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു പ്രേക്ഷകൻ രാജ് CNR ശിവദ അദ്ദേഹം പറയുന്നുണ്ട്, വികസനം വേണ്ട, ഇവിടെ കിറ്റ് മതിയെന്ന്. അപ്പം ഉഷ നെല്ലൂർ പറയുന്നുണ്ട്, ഞങ്ങൾ കിറ്റ് കൊടുക്കുന്നുണ്ടെന്ന്. എന്തായാലും കിറ്റ് മതിയെന്നാണെങ്കിൽ നമ്മുടെ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക് കൂടി നോക്കാം. ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ച കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്ന് ED. ദേവികുളം മുൻ തഹസീൽദാർ ഷാജി ഉൾപ്പെടെയുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യും. മുഖ്യപ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മാത്യു കുഴൽനാടൻ MLAയ്ക്കും സമൻസ് അയക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ED. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ED അന്വേഷണം. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു നൽകും. രേഷ്മ, ED ഇപ്പോൾ കൂടുതൽ നടപടി കടുപ്പിക്കുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. അതായത് മാത്യു കുഴൽനാടൻ MLA പ്രതിയായിട്ടുള്ള കേസാണ് ഈ ചിന്നക്കനാൽ ഭൂമി, സർക്കാരിൻ്റെ ഭൂമി കയ്യേറ്റ കേസ്. അതിൽ ആദ്യം വിജിലൻസ് അന്വേഷണം നടത്തി ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. അതായത് മാത്യു കുഴൽനാടൻ MLAയും ചില സുഹൃത്തുക്കളും ചേർന്നാണ് 2022-ൽ ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത്. അതിൻ്റെ ഭൂമി അത് കയ്യേറിക്കൊണ്ടായിരുന്നു ഈ റിസോർട്ട് നിർമ്മിച്ചതെന്നുള്ള കാര്യം MLAയ്ക്കടക്കം വ്യക്തമായിരുന്നു. എന്നിട്ടും പോക്കുവരവ് നടത്തി എന്നുള്ളതായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ അല്ലെങ്കിൽ അന്വേഷണം തുടരുന്നതിനിടയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിജിലൻസിന്റെ FIRനെ തുടർന്ന് ഈ അന്വേഷണം ഏറ്റെടുക്കുകയും പ്രാഥമികമായിട്ട് ചിലരെയൊക്കെ തന്നെ നിരവധി പേരെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കേസിന്റെ, അതായത് ഈ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ED രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള, നേരത്തെ വിജിലൻസ് കേസിൽ തന്നെ ഒന്നാം പ്രതിയായിട്ടുള്ള മുൻ ദേവികുളം തഹസിൽദാർ ഷാജിയെ ചോദ്യം ചെയ്യാനായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുങ്ങുന്നത്. ഷാജിയെ ചോദ്യം ചെയ്തതിനു ശേഷം പിന്നീട് മറ്റു ചിലരെയും കൂടി ചോദ്യം ചെയ്യും. അതിന് ശേഷമായിരിക്കും മാത്യു കുഴൽനാടൻ MLAയ്ക്ക് സമൻസ് അയക്കുക. സമൻസ് അയച്ചതിനു ശേഷം ഇദ്ദേഹത്തെയും ചോദ്യം ചെയ്യും. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നത്, ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് റിസോർട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ടോ ക്രമക്കേടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് MLA. വിജിലൻസ് ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും, അതായത് രേഖകളടക്കം ED പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ് നിരവധി പേരെ ചോദ്യം ചെയ്തിട്ടുള്ളത്. എന്തായാലും മുഖ്യപ്രതികളെ ചോദ്യം ചെയ്തതിനു ശേഷം ഈ കേസിലെ 16-ാം പ്രതിയായിട്ടുള്ള മാത്യു കുഴൽനാടൻ MLAയ്ക്ക് സമൻസ് നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യാനായിട്ട് ED തയ്യാറാകും. എന്തായാലും 2012 കാലഘട്ടം മുതൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ MLA അടക്കമുള്ള ആളുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. എന്തായാലും ഇനി നോക്കാനായിട്ടുള്ളത്, അതായത് EDയുടെ അന്വേഷണം പോകുന്നത് റിസോർട്ട് വാങ്ങിയത് എവിടെ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ടാണ്, ആ പണത്തിന്റെ സ്രോതസ്, ബിനാമി ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എന്തായാലും ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മാത്യു കുഴൽനാടൻ MLA കൃത്യമായിട്ട് ഈ പോക്കുവരവ് നടത്തിയത്, ഭൂമി കയ്യേറിക്കൊണ്ടുള്ള ഈ ഒരു റിസോർട്ട് നിർമ്മിച്ചു എന്നുള്ള ആ ഒരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ പോക്കുവരവ് നടത്തി. ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൂഢാലോചന MLA ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ആദ്യഘട്ടത്തിൽ വിജിലൻസ് ഈ കേസുമായി മുന്നോട്ട് പോയ സമയത്ത് വലിയ രീതിയിൽ UDF അടക്കം പ്രതിരോധത്തിലായിരുന്നു. അതിനുശേഷമാണ് ED ഈ കേസ് അന്വേഷണം ഏറ്റെടുത്തത്. എന്തായാലും EDയുടെ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഇനി രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലാണ് മുൻ ദേവികുളം തഹസിൽദാരായിട്ടുള്ള ഷാജിയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത്. അതിനുശേഷം വീണ്ടും പ്രതിപട്ടികയിൽ 16-ാം സ്ഥാനത്തുള്ള MLA മാത്യു കുഴൽനാടനെയും ചോദ്യം ചെയ്യും. എന്തായാലും കൃത്യമായിട്ട് തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉള്ളത്. ഓക്കെ രേഷ്മ, വരുന്ന ബുള്ളറ്റിനുകളിൽ നമ്മൾ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തേടാം. ചിന്നക്കനാൽ ഭൂമി കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു പങ്കുവച്ചത്.